നമസ്കാരം. മന്ത്രി ശിവൻകുട്ടിയെ CPM മാറ്റി. രാജീവ് ചന്ദ്രശേഖരന് പുതിയ പദവി നൽകി. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന എ ക്ലാസ് മണ്ഡലമായ നേമത്ത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ നിർണായക പ്രഖ്യാപനവുമായിട്ട് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. BJP ആണെങ്കിൽ തങ്ങളുടെ ഏക അക്കൗണ്ട് തുറന്ന മണ്ഡലം അത് തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് ആ പദവി നൽകാൻ കാത്തിരിക്കുകയാണ്. ചന്ദ്രശേഖരനെ തന്നെയാണ് നിയമത്തേക്ക് കളത്തിലിറക്കാൻ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് സിറ്റിംഗ് MLA-യും മന്ത്രിയുമായിട്ടുള്ള വി ശിവൻകുട്ടിയെ തന്നെയാണ് അണിനിരത്തി പ്രതിരോധം തീർക്കാൻ CPM ഒരുങ്ങുന്നത് എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ശിവൻകുട്ടിക്ക് നിയമത്തോട് താല്പര്യക്കുറവാണ്. നിയമത്ത് മത്സരിക്കുവാൻ താല്പര്യമില്ല ശിവൻകുട്ടിക്ക്. അതിനിടെ ഈ പ്രസ്താവനയൊക്കെ വിവാദമായതോടുകൂടി ഒരു പുതിയ തിരുത്തുമായിട്ട് ശിവൻകുട്ടി രംഗത്ത് വരികയും ചെയ്തു. താൻ മത്സരിക്കുന്നില്ലെന്നോ മത്സരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല, അതെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നാണ് ശിവൻകുട്ടിയുടെ പുതിയ ഒരു പ്രസ്താവന. നിയമത്തിന് മത്സരത്തിനില്ലെന്ന് പറഞ്ഞെങ്കിലും അന്തിമ തീരുമാനം ഇടതുമുന്നണിയുടേതും പാർട്ടിയുടേതുമായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുക, കുറച്ചു കഴിഞ്ഞ് വീണ്ടും മാധ്യമങ്ങളോട് പറയുക ഞാൻ അതല്ല പറഞ്ഞത് ഇതാണ് എന്ന് പറയുക എന്ന ഒരു അഭിപ്രായം എന്തുകൊണ്ട് ശിവൻകുട്ടി മുന്നോട്ട് വെച്ചു? എന്തായിരിക്കും അത് കാരണം? നിയമത്ത് മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ ശിവൻകുട്ടി പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്ന് തൃശ്ശൂരിൽ പറയേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ ഇടതുമുന്നണിയായിരിക്കും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നും പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് തന്റെ തീരുമാനമെന്നും വി ശിവൻകുട്ടി പിന്നെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? പരസ്യമായി മത്സരിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞതോടെ പാർട്ടിയുടെ തീരുമാനം ഇനി നിർണായകമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, CPM കളം മാറി ചവിട്ടാൻ പോകുന്നു. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന് പലപ്പോഴും കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്കാർ പറയുമ്പോഴും ആരും അത് വിശ്വസിച്ചിരുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വിശ്വാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തീരുമാനം ശ്രദ്ധിച്ചാൽ മതി. നിയമത്തെ ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയപ്പെടുന്ന വി ശിവൻകുട്ടി എന്തുകൊണ്ടാണ് മത്സരത്തിനില്ലാത്തത്? പരാജയം മണത്തിട്ടാണോ? അതോ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ സമ്പൂർണ്ണമായിട്ടും BJP-യുടെ ആധിപത്യം ഉണ്ടായതിലാണോ? അതോ BJP-ക്ക് നിയമം സീറ്റ് തീരെഴുതി കൊടുക്കാമെന്ന് വളരെ കൃത്യമായി ശിവൻകുട്ടിയും ഒപ്പം തന്നെ പാർട്ടിയും തീരുമാനമെടുത്തതുകൊണ്ടാണോ? അപ്പോൾ ഇതിലേതോ ഒന്ന് വളരെ കൃത്യമായി പരിഗണിക്കപ്പെടേണ്ടിയിരിക്കുന്നു. വി ശിവൻകുട്ടി CPM-ന്റെ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം CPM വി ശിവൻകുട്ടിയെ ആ പദവിയിൽ നിന്ന് മാറ്റുന്നു. മന്ത്രിയായ വി ശിവൻകുട്ടിയെ ഇനി മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനൊരു തീരുമാനം ഇതുവരെയും CPM എടുത്തിട്ടില്ല. പക്ഷെ വി ശിവൻകുട്ടി അങ്ങനെ എടുക്കുന്നു. പക്ഷെ അതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നതാണ്, ഒരു സീറ്റ് നേമത്ത് BJP-യുടെ കരുത്തനായ സംസ്ഥാന അധ്യക്ഷനെന്ന് അവർ അവകാശപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരനെ തന്നെ മണ്ഡലത്തിലിറക്കി പൂട്ടിക്കെട്ടിയ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആ അക്കൗണ്ടിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതവരുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആ രാഷ്ട്രീയ പാപ്പരത്തത്തിന് അടിമപ്പെടാതിരിക്കുവാൻ വീണ്ടും ഒരു വട്ടം കൂടി CPM-ന് അധികാരത്തിലേക്ക് എത്തുവാൻ ഈ ഒരു മണ്ഡലം വിട്ടു നൽകുവാൻ CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണ ഉണ്ടായാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഈസിയായി നടക്കും. അപ്പോൾ ശിവൻകുട്ടിയെ മാറ്റിയാൽ ശിവൻകുട്ടി മത്സരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലായിരിക്കും. അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഒരു മാറ്റം കൊടുത്ത് വി ശിവൻകുട്ടിയെ അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചാൽ ഇവിടെ മറ്റാരെങ്കിലും ഒരാളെ മത്സരിപ്പിച്ച് തോൽപ്പിക്കാമെന്നുള്ളതായിരിക്കും CPM-ന്റെ കണക്കുകൂട്ടൽ. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്ഥാനാർത്ഥിയാവുകയും BJP അവിടെ അക്കൗണ്ട് വീണ്ടും ഈ പൂട്ടിക്കെട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കുകയും ചെയ്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു 5 മുതൽ 7 സീറ്റ് വരെ BJP-ക്ക് പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു അന്തർധാര സജീവമാകുകയും ചെയ്താൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 വീണ്ടും മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലേക്ക് എത്തുവാൻ CPM-ന് അല്ലെങ്കിൽ LDF-ന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലേക്ക് എത്തുകയാണ് ഇവിടെ LDF. പക്ഷെ അതിനൊക്കെ ഇനിയും സമയമുണ്ട്. എങ്കിലും ശിവൻകുട്ടി പറഞ്ഞ പ്രസ്താവന പെട്ടെന്ന് തിരുത്തേണ്ടി വന്ന സാഹചര്യം എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് BJP തങ്ങളുടെ കരുത്തനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനെ നിയമമണ്ഡലത്തിൽ ഇറക്കി പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു മികച്ച ചോയ്സ് CPM-ന് മുന്നിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്നിട്ട് മാറാമെന്ന് അല്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് പറയാൻ ശിവൻകുട്ടി തയ്യാറാകുന്നതിന്റെ പിന്നിലെ ചേതോവികാരമാണ് മനസ്സിലാകാത്തത്. 2011-ലും 2021-ലും BJP-യുടെ വിജയസാധ്യതകളെ തകർത്ത് മണ്ഡലം ഇടതിനൊപ്പം നിർത്തിയ പോരാട്ട വീര്യമാണ് ശിവൻകുട്ടിക്കുള്ളത് എന്ന് മറന്നു പോകരുത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയ 22,000 വോട്ടിന്റെ ലീഡും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നേറ്റവും CPM-നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പരാജയ ഭീതി മൂലമാണ് ശിവൻകുട്ടി പിന്മാറുന്നത് എന്ന വാദം കോൺഗ്രസ് അടക്കം ഉയർത്തുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നേടിയത് ഏകദേശം 22,000-ലധികം വോട്ടുകളുടെ ലീഡാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വാർഡുകളിൽ BJP കാഴ്ചവെച്ച മികച്ച പ്രകടനം അത് പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നിയമം പിടിക്കുവാൻ ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് എത്തുമെന്നുള്ള സൂചനകൾ നൽകുമ്പോൾ 2016-ൽ O രാജഗോപാലിലൂടെ നേടിയ വിജയം ആവർത്തിക്കുവാൻ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനമാണ് BJP മണ്ഡലത്തിൽ ഒരുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നേമത്തെ ഒരു രാഷ്ട്രീയ ചതുരംഗത്തിൽ V ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് CPM-ന് മുന്നിലില്ല. 2011-ൽ O രാജഗോപാലിനെ അട്ടിമറിച്ചും 2021-ൽ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയും BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച വ്യക്തിയാണ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന പോരാട്ട വീര്യമുള്ള സഖാവ്. പക്ഷേ കോർപ്പറേഷൻ ഭരണത്തിൽ BJP ഉണ്ടാക്കിയ ആധിപത്യവും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയും പ്രതിരോധിക്കുക എന്നതൊക്കെയാണ് ശിവൻകുട്ടിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. എങ്കിലും മണ്ഡലത്തിൽ സുപരിചിതനായിട്ടുള്ള ശിവൻകുട്ടിയെ പോലെ ഒരാളെ അല്ലാതെ മറ്റാരെയാണ് LDF അവിടെ തുറപ്പിച്ചുണ്ടാക്കി ഇറക്കുക? പക്ഷേ ഇപ്രാവശ്യം അത് സംഭവിക്കാതിരുന്നാൽ അപ്പോൾ അതിന് പിന്നിൽ വലിയ കള്ളക്കളികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശിവൻകുട്ടി നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖർ അവിടെ MLA എന്ന് പറയപ്പെടുന്ന പദവി അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവും സംശയവുമില്ല. അതേസമയം നേമത്ത് മത്സരിക്കുവാൻ V ശിവൻകുട്ടി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം CPM-ഉം BJP-യും തമ്മിൽ ഒരു അവിഹിത കൂട്ടുകെട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. 2021-ൽ K മുരളീധരനെ ഇറക്കി ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച കോൺഗ്രസ് ഇത്തവണ പക്ഷെ പ്രാദേശിക നേതാക്കൾക്ക് മുൻഗണന നൽകുവാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുകയാണ്. BJPക്ക് വോട്ട് മറിക്കുന്നു എന്ന ആരോപണം മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞ തവണ മറികടക്കുവാൻ കോൺഗ്രസിന് വളരെ കൃത്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ GV ഹരിയോ അല്ലെങ്കിൽ മണക്കാർ സുരേഷ് പോലുള്ള പേരുകളാണ് പ്രാഥമികമായിട്ട് പരിഗണനയുള്ളത്. എന്നാലും അവരിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ മത്സരിക്കുകയും ചെയ്യും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക പരിഗണനയിലുള്ളവരെ കൂടാതെ പ്രാദേശിക അടിസ്ഥാനത്തിൽ കൂടെയുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്താൻ പോകും. എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് പുറത്തു വരികയോ അല്ലെങ്കിൽ അധികാരത്തിൽ വരികയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, നിയമമടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്ഥാനാർത്ഥികൾ നിർത്തുക. ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ തീരുമാനം എന്ന് പറയുന്നത്. ഈ മാസം 12 മുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരംഭിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവർ മുന്നിട്ടിറങ്ങുകയാണ്. തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ ഇവരായിരിക്കും സ്ഥാനാർത്ഥികളെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പാലക്കാട് K സുരേന്ദ്രനെയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനുമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങളിൽ ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞ ഇടങ്ങളിൽ അഴിച്ചുപണിക്കുള്ള വലിയ സാധ്യതകളും കാണുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം 30,000-ലധികം വോട്ടുകളുള്ള ഏകദേശം 29 മണ്ഡലങ്ങളും 40,000-ലധികം വോട്ടുകളുള്ള 7 മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രവർത്തനം ഇത് നടത്താനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, തിരുവനന്തപുരം സെൻട്രലിൽ G കൃഷ്ണകുമാർ, തിരുവല്ലായിൽ അനൂപ് ആന്റണി, ചെങ്ങന്നൂരിൽ കുമ്മനം രാജശേഖരൻ, കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ, പാലായിൽ ഷോൺ ജോർജ് തുടങ്ങിയവരുടെ പേരുകൾ അന്തിമ പട്ടികയിൽ നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ നിയമസഭയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ നേടുക എന്നതാണ് പ്രധാനമായിട്ടും BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനാണ് അവരെ പലരെയും പ്രീണിപ്പിക്കുന്നത് എന്നുള്ളത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഫലം കണ്ടില്ല എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ല എന്നും ഹിന്ദു വോട്ടുകൾ നഷ്ടമായി എന്നും കോർ കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തലിൽ പറയുന്നു. BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രമാണ് എന്നും കോർ കമ്മിറ്റി യോഗത്തിൽ വളരെ കൃത്യമായി ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മന്ത്രി ശിവൻകുട്ടിയെ CPM മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. പകരം നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് MLA പദവി നൽകുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്കും എത്തപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ CPM-ൽ നിന്ന് V ശിവൻകുട്ടി മത്സരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അത് CPM-ന്റെ രാഷ്ട്രീയ അടിത്തറ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അവിഹിത ബാന്ധവം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.